ഗൈസ്, ഇറ്റ്സ് മീ ഫൈസാൻ. എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീടിൻ്റെ അടുത്ത് ചെറിയൊരു ഗെയിമിംഗ് സോണും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ പോയിട്ട് അവിടുത്തെ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടും അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിംഗ് സോണിലോട്ട് പോകാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാതെ ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിച്ചോളി. നമുക്ക് നേരെ ഗെയിമിംഗ് സോണിൽ പോകാം. നമ്മുടെ ഗെയിമിംഗ് സോണ് ഇവിടെ നമുക്ക് 5 സ്ക്രീനും 2 PS5ഉം 2 PS4ഉം ആണ് നമുക്കിവിടെ വരുന്നത്. എൻ്റെ ഇവിടെ ഗെയിം കളിക്കാതെ എൻ്റെ മാമ കുട്ടി വന്നിട്ടുണ്ട്. റിസിൽ നമുക്ക് ഇവരോട് ഗെയിമിംഗ് എക്സ്പീരിയൻസ് കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് ഗെയിമിംഗ് എക്സ്പീരിയൻസ്? അടിപൊളിയാണോ? ഇവിടെ GTA 5 ആയിട്ടാണ് നമുക്ക് കളിക്കുന്നത്. ഫസ്റ്റ് തന്നെ വന്നേക്കെ എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി 2 ആൾക്കാരെ അടിച്ചിട്ട് പോലീസൊക്കെ പിടിച്ചപ്പോൾ പോലീസ് സ്റ്റേഷൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവൻ കളിക്കുന്നത് PS5 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ സ്ക്രീനും PS5 ആണ് ഓടുന്നത്. ഈ രണ്ടും PS5 ആണ്. ഇവിടെ ഒരു സ്ക്രീൻ വെറുതെ എടുക്കണം. ഇതിൽ എന്തൊക്കെ വരാണ്ടെന്നൊക്കെയാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഈ 2 സ്ക്രീനിലാണ് നമ്മുടെ PS4 ഓടുന്നത്. ഇതെങ്കിലും ഇതാണ് നമ്മുടെ PS4. ഇതിൻ്റെ ജോയിസ്റ്റിക്ക്. ഇത് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ജോയിസ്റ്റിക്കാണ്. ഇതല്ല, ഇതാണ് ശരിക്കും ഇതിൻ്റെ ജോയിസ്റ്റിക്കിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് കളർ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ജോയിസ്റ്റിക്ക് PS4ൻ്റെ. അതേപോലെ ഇതും അതേപോലെയൊക്കെ തന്നെയാണ് PS4ഉം. 2 ജോയിസ്റ്റിക്ക് വരുന്നുണ്ട്. അഡീഷൻ ഇല്ല, സാധാ നോർമൽ ജോയിസ്റ്റിക്കാണ്. ഒരു PS-ൻ്റെ ഒപ്പം 2 ജോയിസ്റ്റിക്കാണ് ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മുടെ PS5 ഓടുന്ന സ്ക്രീന്. നമ്മുടെ PS5 ഇതാണ് ഇതിൻ്റെ 2 ജോയിസ്റ്റിക്ക്. ഇതിലാണ് കളിക്കുന്നത്. പിന്നെ വീഡിയോ എടുക്കാൻ വിളിച്ചത്. ഇതാണ് നമ്മുടെ ജോയിസ്റ്റിക്ക്. അതുപോലെ തന്നെ വേറെ ജോയിസ്റ്റിക്ക് ഉണ്ട്. ഈ PS5ൻ്റെ ജോയിസ്റ്റിക്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കൂൾ ഫീച്ചേഴ്സ് ഉണ്ട് ഗൈസ്. പുള്ളി വൈബാണ് ആ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ. എന്താ സീനാന്ന് വരും ഗൈസ്. ആൻഡ് അതേപോലെ തന്നെ ഇവൻ കളിക്കുന്നതിലും 2 ജോയിസ്റ്റിക്കും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആ കൂൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഗെയിം പ്ലേയും കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ PS5ൻ്റെ ജോയിസ്റ്റിക്ക്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കൂൾ ഫീച്ചേഴ്സാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതന്നെ ഞാനിവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഇതിവിടെ തുറന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിലേക്കുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടാവത്തുള്ളൂ. നിങ്ങൾ ആ ഒരു രീതിയിൽ വീഡിയോ കാണാം. ആൻഡ് എനിക്കിഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കൂളാണ്. ഫസ്റ്റത്തെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഓരോ മോട്ടോഴ്സ് വരുന്നുണ്ട്. എന്ത് മോട്ടോറാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തിനാന്ന് വെച്ചാൽ സപ്പോസ് നമ്മുടെ വണ്ടി റൈറ്റ് സൈഡിലോട്ട് ഇടിക്കാൻ പോവുകയാണെങ്കിൽ ഇവിടുത്തെ ഇത് വൈബ്രേറ്റ് അടിക്കും. ഇനി വല്ല എനിമീസും കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് നിന്ന് തരികയാണെങ്കിൽ ഇത് അടിക്കും. സപ്പോസ് ഇതും അടിക്കും. ഇത് എനിമീസിന് മാത്രമുള്ളതെന്നല്ല, എനിമി ഏത് സൈഡിൽ നിന്നാലും ആ സൈഡ് അടിക്കും. വണ്ടി അടിക്കാൻ പോയാലും അതേപോലെ അടിക്കും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്ക് ഇത് വൈബ്രേറ്റ് അടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരിക്കും. കൈയൊക്കെ പാടിങ്ങനെ ഇതാകുമ്പോൾ നമ്മൾ ആ പൊസിഷനിലോട്ടൊക്കെ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത് കളിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക വൈബായിരിക്കും. ആൻഡ് സെക്കൻഡ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഇവിടെ എനിക്ക് സ്പീക്കറും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഹോൾസാണ് ഈ സ്പീക്കർ. ആൻഡ് ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഗെയിമിൽ കാര്യങ്ങളിലൊക്കെ വരുന്ന നമ്മളെ ഫോൺ കോൾസ് അതേപോലെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇതിലൂടെ കേൾക്കാൻ പറ്റും. അപ്പോൾ ഒരു റിയൽ ലൈഫ് ഫോൺ കോൾ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് അപ്പോൾ നമ്മുടെ ആ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആൻഡ് ദ തേർഡ് ഫീച്ചർ, ഇത് ഞാൻ തന്നെ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല ഈ ഫീച്ചർ ഇങ്ങനെയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇത് ഈ ലൈറ്റൊക്കെ കാണുമ്പോൾ ഞാൻ കരുതി നല്ല ഡിസൈനും ആയിരിക്കും, അതുകൊണ്ടൊന്നും കീഴൊന്നും ആവില്ലായിരുന്നു. ഞാൻ ഇതുമൊക്കെ ഇങ്ങനെ നെക്കി കളിച്ച് ഗെയിമൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇങ്ങനെ കളിക്കേണ്ട ഇടക്കുമ്പോൾ ഇതുമ്മിങ്ങനെ നിൽക്കാറുണ്ട്. അതിൽ അങ്ങനെ നിൽക്കിയപ്പോൾ അവസാനം ഇതൊക്കെ നീങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായോ ഇതൊരു കീയാണില്ലേ എന്ന്. എനിക്ക് അപ്പോഴും മനസ്സിലാവുന്നു. ഫസ്റ്റ് ടൈം ഞാനിത് കണ്ടപ്പോൾ തന്നെ ഞാനിത് ഡിസൈനാണ് എഴുതിയിട്ടുള്ളൂ. പിന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു ടച്ച് പാഡാണ് ഗൈസ്. ഇത് ടച്ച് പാഡാണ്. അതാണ് ഇതിൻ്റെ ഒരു കൂൾ ഫീച്ചർ. കണ്ടാൽ പറയത്തില്ല. ഈ ഡിസൈനൊക്കെ ആയിട്ട് സീനാക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇതിൻ്റെ എനിക്കിഷ്ടപ്പെട്ട ഒരു 3 കൂൾ ഫീച്ചേഴ്സ് ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് ഇവിടെ വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് കളിക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ ആ ഒരു രീതിയിൽ കാണുക ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഗെയിം പ്ലേയും കാര്യങ്ങളും കാണിച്ചു തരാം. ഇതിൻ്റെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കൂളാണ്. ആൻഡ് ഈ ജോയിസ്റ്റിക്കിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളി ഗെയിം പ്ലേ ആണ് നമുക്ക് വരുന്നത്. നിങ്ങൾ തന്നെ കണ്ടോ ഗൈസ്, അടിപൊളിയാണ്. PS5ൽ GTA 5 അറിയാമല്ലോ, സാധാരണ നമുക്ക് തന്നെ അധികം ആൾക്കാരും കളിക്കണം എന്ന് ആഗ്രഹിച്ച ഗെയിമായിരിക്കും. അത് ഈ PS5ലൊക്കെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ സുഖമായിട്ട് കളിക്കുമ്പോൾ അധികം ആൾക്കാരും ചിറ്റിയിലും കാര്യങ്ങളിലൊക്കെ കയറ്റി കളിക്കായിരിക്കും. ഈ PS5 കളിക്കുമ്പോൾ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ തട്ടുന്നത്
അതിൻ്റെ ഈ ജോയിസ്റ്റിക്കിൻ്റെ ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ട് നമുക്ക് ഗെയിം പ്ലേയും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ വണ്ടി എടുത്തപ്പോൾ അത് ചെറുതായിട്ടൊന്നും വാണ്ടല്ലോ അതിൽ കുറച്ച് വീഡിയോ നമുക്ക് നേരെ എല്ലാം മിഷനും വിട്ടു നോക്കാം. നമുക്ക് ഫ്രാങ്ക്ലിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ട് കാണാം. മിഷൻസ് ഒന്നും വേണ്ട ഗൈസ്. ഞാൻ ഇൻസ്റ്റയിൽ റീൽസൊക്കെ ഇങ്ങനെ കണ്ടിരുന്നപ്പോൾ കുറച്ച് ചീറ്റ് കോഡ്സും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ GTA 5 മൊബൈലിൽ ഏതൊക്കെ നമ്പർ അടിച്ചാൽ നമുക്ക് കാറ് അതുപോലുള്ള ഐറ്റംസൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് അടിച്ചു നോക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം നമ്പറും കാര്യങ്ങളൊക്കെ. ഞാൻ എന്തായാലും ഇൻസ്റ്റയിൽ പോയിട്ട് അതൊക്കെ നോക്കട്ടെ. നമ്മുടെ ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അതാണ് നമ്മുടെ ചീറ്റ് കോഡ്. അത് അടിക്കേണ്ടി അടിച്ചു പോയി. ഇതെന്തോ പോർഷോ അങ്ങനെ എന്തോ സ്പോർട്സ് കാറിൻ്റെ ഒരു ചീറ്റ് കോഡാണ്. നമുക്ക് എന്തായാലും ഡയൽ ചെയ്ത് നോക്കാം. ഓ ഗായ്സ്, അതേ കാറൊന്ന് ചീറ്റ് കോഡ് സത്യമാണ്. നമുക്ക് കാറൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്ത് സെറ്റാക്കാം. അത് ക്യാമറ ചേഞ്ച് ചെയ്യാൻ ഗൈസ്. ഹൈ സ്പീഡ് കാറിനാണ് ഇതിൻ്റെ ചീറ്റ് കോഡിൽ എഴുതിയിരിക്കുന്നത്. ചീറ്റ് കോഡ് ഞാൻ ഇൻസ്റ്റയിൽ റീൽസ് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയാണ്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇനി ഇവിടെ വരുമ്പോൾ ഒന്ന് അടിച്ചോളം വരുന്നത്. അമ്മ കണ്ടിട്ട് പിന്നെ ഞാൻ വരുന്നത് എന്താണ് ഗൈസ്, എൻ്റെ ഗെയിമിങ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയൊക്കെ തന്നെയാണ് ഗൈസ്. ഇത് കുഴപ്പമില്ല നല്ല അടിപൊളിയാണ്, നല്ല രസമുണ്ട്. നമുക്കിങ്ങനെ ടൈം പോകണമെന്ന് അറിയില്ല. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ടൈം പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 80 രൂപ എടുത്തുകൊണ്ടാണ് വന്നാൽ മതി. അപ്പോൾ 1 മണിക്കൂർ സുഖമായോടെ ഇരുന്ന് കളിച്ച് തീർക്കുന്നത്. സീനുകളൊന്നും നമ്മൾ നോക്കില്ല, സീനാണ്. പിന്നെ ഈ ജോയിസ്റ്റിക്കിൻ്റെ ഞാൻ കാണിച്ചു തരാൻ പറ്റുമോ നോക്കണം. അതായത് ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് ഇപ്പം ലെഫ്റ്റ് വർക്കായി. വണ്ടി നമ്മൾ സ്റ്റാർട്ടാക്കുമ്പോൾ സ്റ്റിയറിംഗ് ചെയ്തിട്ട് സൈഡിലോട്ടാണ് ടേൺ ചെയ്യുന്നത്. ആ സൈഡിൽ നമുക്ക് ഇതിൻ്റെ എഫക്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. എന്നാലും ഈ ചീറ്റ് കോഡ് ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈമാണ് ഞാൻ അടിച്ചു നോക്കുന്നത്. അതും കൂളായി, നമുക്ക് നല്ല വണ്ടി ഇട്ടിട്ടുണ്ട്. ടോപ്പ് സ്പീഡ് തട്ടിയായിരിക്കും. നിങ്ങൾ തന്നെ കണ്ടോ ഗൈസ്, ഗെയിമിംഗ് എക്സ്പീരിയൻസ് അടിപൊളിയാണ്, ഒന്നും പറയില്ല. സീനാണ്. കുറച്ച് വയലൻസ് ക്രിയേറ്റ് ചെയ്തു. ഗണ്ണുണ്ടായിരുന്നു. ഗണ്ണിൻ്റെ കീഴിൽ ഗണ്ണ് കറണ്ടിൽ ഏതിലാണെന്ന് കറില്ല. എന്തായാലും ഞാൻ വണ്ടി പോകും. നമുക്ക് വയലൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വണ്ടി ഇടിച്ചിട്ടാണെങ്കിലും അറിയില്ല. അടിപൊളി ഗെയിം പ്ലേ ആണ്. എന്തായാലും നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ആണ് ഗൈസ്. ലൈഫിൽ മസ്റ്റ് ട്രൈ ആണ് PS5 ഗെയിമിങ്. ഫാസ്റ്റ് ഗൈസ് അടിപൊളി ഗെയിം പ്ലേ ആണ്. നിങ്ങൾക്ക് അറിയാലും കളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ പറയാം. നിങ്ങൾ ഇങ്ങോട്ട് വേണം വന്നോളി. ഇവിടെ നല്ല സുഖമാണ് ഗെയിം കളിക്കാൻ. നമുക്ക് ഗെയിം കളിക്കാൻ ഇവിടെ എന്താ സോഫയും കാര്യങ്ങളായിട്ട് ഞാൻ വീഡിയോയിൽ ഞാൻ കണ്ടോന്ന് എനിക്കറിയില്ല. നല്ല അടിപൊളി സോഫയാണ് ഇവിടെ ഗെയിം പ്ലേക്ക് ആയിട്ട് നമുക്ക് വരുന്നത്. നല്ല പുഷുള്ള സോഫയാണ്. നല്ല രീതിയിൽ ഇരുന്ന് നമുക്ക് നല്ല ഗെയിം പ്ലേ കാര്യങ്ങൾ നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയും. ലൈഫിൽ മസ്റ്റ് ട്രൈ ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് ഗെയിം പ്ലേ ഇങ്ങനെ കളിക്കുക. അതായത് നമ്മളെ 1 hour കളിക്കാൻ നല്ല അടിപൊളിയാണ്. സീനാണ്. വീഡിയോ എടുക്കുന്നു. അവിടെ നീ വീഡിയോ എടുക്കുന്നോടാ. അവനെ ഓടുന്നു. അവൻ നമ്മൾ ഇന്ന് അവനായിട്ട് അടിക്കും. മൈക്കിളപ്പന് വയസ്സായോണ്ടാന്ന് തോന്നുന്നു. വലിയ ഇതൊന്നുമില്ല. ഞാൻ ഈ GTA 5നെ കുറിച്ചിട്ട് പറയുന്നത് ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ വീഡിയോ കളിച്ചിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് യൂട്യൂബറാണ് ഗെയിം തെറാപ്പിസ്റ്റ്. ഞാൻ അവൻ്റെ വീഡിയോസ് എല്ലാതും കാണും. അപ്പോൾ അതിലങ്ങനെയുള്ള ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ കണ്ട് ജസ്റ്റ് കളിക്കണം എന്ന് എനിക്ക് ആഗ്രഹമായി. ആ ഒരു ടൈമിലാണ് ഇവിടെ ഇത് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഒന്നും നോക്കില്ല, ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. എന്തായാലും PS5 മസ്റ്റ് ട്രൈ ആണ് ഞാൻ പറയത്തുള്ളൂ. നല്ല അടിപൊളി ഗെയിം പ്ലേ ആണ്. എനിക്ക് എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നതെന്ന് പറയും. നമ്മുടെ റിസ് അവിടെ പോലീസുകാരൊക്കെ അടിച്ചിട്ട് ഇപ്പം തന്നെ എന്തിനാ എല്ലാം പോയിക്കോട്ടെ. ഞാൻ നിങ്ങൾക്ക് റിസോർട്ട് ഗെയിം പ്ലേ കാണിച്ചത്
ഇവിടെ റിസു അവിടെ പോലീസുമായിട്ടാണ് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റഡായി, ഞാൻ ഫസ്റ്റഡായി ഇറങ്ങിയത് വീണ്ടും ഫസ്റ്റഡായി. പിന്നെ ഫുള്ള് വയലൻസ് ആണ്. മോനിവിടെ വന്ന് കയറിയ തൊട്ട് ആൾക്കാരെ അടിച്ചിടുക, പോലീസ് സ്റ്റേഷനിൽ പോകുക, അത്ര ഉള്ളവൻ്റെ പണി. പിന്നെ കുറേ കാർ കൊടുത്ത് അങ്ങോട്ടും കൊണ്ട് പോകുക, അത്രേ ഉള്ളൂ. എന്തായാലും ഗെയിം പ്ലേ മസ്റ്റ് ട്രൈ ആണ് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾക്ക് വേണേൽ കളിച്ച് നോക്കണം. നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഗെയിമിംഗ് സോൺ ഉണ്ട് അവിടെ പോവാം, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നോളി. ഞാൻ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാം. നിങ്ങൾ ടൈമൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയൊക്കെ വിളിച്ചാൽ ബസ്സിനൊക്കെ ഇങ്ങോട്ട് പോയാൽ. അപ്പോൾ എന്തായാലും ഇത്രയുള്ള എൻ്റെ ഗെയിം പ്ലേ. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്പീക്കറിലൂടെ നമുക്കൊരു ഫോൺ കോൾ ഇപ്പോൾ വരും ഗൈസ്. അത് സംഭവം നമ്മൾ കേൾക്കുന്ന ഈ ഒരു സ്പീക്കറിലൂടെയാണ്, മറ്റേ നമ്മുടെ ടി വിയിലെ സ്പീക്കറിലല്ല, ഈ ജോയ്സ്റ്റിക്കിന്റെ സ്പീക്കറിലൂടെയാണ്. അപ്പൊ ഇതിൽ നമുക്ക് കേൾക്കാൻ പറ്റും. കേൾക്കാൻ പറ്റുന്ന ഗൈസ്, അതാണ് നിങ്ങൾ കേട്ടില്ല. അപ്പോൾ ഈ ഒരു സ്പീക്കറിലൂടെയാണ് നമ്മുടെ ഈ ഒരു വോയിസും കാര്യങ്ങളൊക്കെ വരുന്നത്, ഫോൺ കോളിൻ്റെ. ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ നിങ്ങളോട്. ഇതിപ്പോൾ എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കോളിൻ്റെ ഇത് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു. ബട്ട് ആ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെ പോകുന്ന ടൈമിൽ ചെറിയൊരു മിഷനും കാര്യങ്ങളും വന്ന് നമ്മുടെ ഫ്രാങ്ക്ലിൻ ഡെഡായി. ആ ഒരു ടൈം കൊണ്ട് അത് റീട്രൈ കൊടുത്തപ്പോൾ ഫസ്റ്റ് ഫോൺ കോൾ വന്നു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ അത് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കരുതി. എങ്ങനെയുണ്ട് ഗൈസ് ഈ ഒരു ഫീച്ചർ? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും ഗൈസ്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന പകുതി പേര് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത് ഗൈസ്. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ലൈക്ക് അടിക്കാതെ ലൈക്ക് ബട്ടൺ അടിച്ചു കൊടുക്കുന്നത് ഗൈസ്. ഇനി നമുക്ക് ചെറിയൊരു ഫൈറ്റിൻ്റെ ഗൈസ്. ഇതെങ്ങനെ സ്വിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് സ്വിച്ച് ചെയ്യാൻ അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ വണ്ടി എടുത്ത് സ്വിച്ച് ചെയ്യാൻ നോക്കട്ടെ. യെസ്, കിട്ടി സ്വിച്ചിങ് കിട്ടി ഗൈസ്. ഇപ്പം ഞാൻ ഫ്രാങ്ക്ലിനെ ഓക്കെ. ഞാൻ എന്തായാലും ഈ മിഷനും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യട്ടെ ഗൈസ്. നിങ്ങൾ കണ്ടോ ഗൈസ്? ഞാനെന്താ ചെയ്യും? Oh bro, I can't shoot. ഞാനത് ആലോചിച്ചു, ആ ഒരു ഇതൊരു വീട് പൊട്ടിക്കുന്ന വിഷയമാണ്. നമ്മുടെ മൈക്കിളപ്പൻ്റെ ചെറിയൊരു സീൻ ഉണ്ടായിട്ട് ഒരു വീട് പൊട്ടിക്കുന്ന കേസാണ്. അപ്പോൾ ഞാൻ ആലോചിച്ച് ഈ വീട് പൊട്ടിച്ചപ്പോൾ നമ്മുടെ മിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ എന്നാണ് ഞാൻ കരുതിയത് കേസ്. അപ്പോഴാണ് നമ്മുടെ വില്ലന്മാരും കാര്യങ്ങളൊക്കെ വരുന്നത്. മൈക്കിൾ പിന്നെയും ഡെഡായി കേസ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ എന്തായാലും ഞാൻ മിഷൻ കംപ്ലീറ്റ് ചെയ്യട്ടെ കേസ് നിങ്ങൾ. ആൻഡ് ഗൈസ്, ഈ ഒരു 10 ഗെയിമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. GTA 5 ഉണ്ട്, സ്പൈഡർമാൻ ഉണ്ട്, FIFA 2022 ഉണ്ട്, 24 ഉണ്ട്, ഗോഡ് ഓഫ് വാർ ഉണ്ട്, WWE ഉണ്ട്, റേസിംഗ് ഉണ്ട്, റെസ്ലിംഗ് ഉണ്ട്. അങ്ങനെ 10 ഗെയിംസ് ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓപ്പണിംഗ് ടൈം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രൈസ് റേറ്റിംഗ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓപ്പണിംഗ് ടൈമും കാര്യങ്ങളും വരുന്നത് രാവിലെ 9 മണി മുതൽ രാത്രി 10:30 വരെയാണ് വരുന്നത്. ആൻഡ് ഇത് നമ്മുടെ കോൺടാക്ട് നമ്പറാണ്, വേണ്ടവർക്ക് കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ റൈറ്റിങ്ങും കാര്യങ്ങളും വരുന്നത് ഒരാൾക്ക് 1 മണിക്കൂറിന് 80 ഇനി അരമണിക്കൂറിനാണെങ്കിൽ നിങ്ങൾക്ക് 60 കൊടുത്തിട്ട് കളിക്കാം. പിന്നെ ഈ മൾട്ടിപ്ലെയറും കാര്യങ്ങളും വരുന്നത് 2 ആളും ഒരൊറ്റ സ്ക്രീനിൽ ഇരുന്നിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ വേണ്ടവർ വന്ന് കളിക്കുക. ആൻഡ് ഗൈസ്, എൻ്റെ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈഫിൽ മസ്റ്റ് ട്രൈ ആണ് ഗൈസ്. PS5 ഒന്നും പറയില്ല. ആൻഡ് ഇന്നത്തെ ഗെയിമിങ്ങിലൂടെ എനിക്ക് 100% ഗെയിമിംഗ് പെർഫെക്ഷൻ കിട്ടി. അതിൽ 50% എനിക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ജോയ്സ്റ്റിക്കാണ് ഗൈസ്. അത്രക്കും കൂൾ ഫീച്ചേഴ്സാണ് നമ്മുടെ സോണിയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഒന്നും പറയാനില്ല, സീനാണ്. പിന്നെ ബാക്കി 50% എനിക്ക് കിട്ടിയത് സ്ക്രീൻ ക്വാളിറ്റിയിലും പിന്നെ നമ്മുടെ ഗെയിം ക്വാളിറ്റിയിലൊക്കെയാണ്. ഗെയിം ക്വാളിറ്റി ഒന്നും പിന്നെ പറയാമല്ലോ, അത്രക്കും സീൻ ഗെയിമാണല്ലോ നമ്മുടെ GTA 5. ഇനിയിപ്പോൾ നമ്മുടെ GTA 6 കൂടെ വരുന്നുണ്ട്. May 26, 2026 നമ്മുടെ GTA 6 വരാൻ പോകുന്നത്. സെക്കൻഡ് ട്രെയിലർ റോക്സ്റ്റാർ ഗെയിംസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ വീഡിയോയിലുണ്ട്, അതിൽ കണ്ടതാണ് അല്ലേ. ആൻഡ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഫോർ GTA 6 ആണ് ഗൈസ്. എനിക്ക് ഗെയിമിംഗ് വീഡിയോസൊക്കെ പരിചയപ്പെടുത്തുന്ന നമ്മുടെ ഗെയിം തെറാപ്പിസ്റ്റാണ് ഗൈസ്. അങ്ങനെ പറയുമ്പോൾ ഞാൻ ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ വീഡിയോയിലൂടെയാണ് ഈ ഗെയിമിങ്ങിലോട്ടൊക്കെ ഞാനും ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ ഇവൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് GTA 5 കാര്യങ്ങളൊക്കെ കളിക്കണം എന്നുള്ളൊരു ഗെയിം, അതായത് PS5 ഗെയിമിംഗ് കളിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത്. അപ്പോൾ ആ ടൈമിലാണ് നമ്മുടെ ഇവിടെ ഗെയിമിംഗ് സോണും കാര്യങ്ങളും ഓപ്പൺ ആയത്. പറയണ്ടല്ലോ, പിന്നെ ഫോണും എൻജോയ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. ഞാൻ ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ ഒരു ബിഗ് ഫാനാണ് ഗൈസ്.
അങ്ങനെ ഗെയിം തെറാപ്പിസ്റ്റ് എല്ലാ വീഡിയോസും ഞാൻ കാണും, അത്രയ്ക്ക് ഇഷ്ടമാണ് ഗെയിം തെറാപ്പിസ്റ്റിനെ. അങ്ങനെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പോയിട്ട് GTA 5 ഒരു ലെവലിൽ കളിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ആകെ വണ്ടി അവിടെ ഇവിടെയൊക്കെ തട്ടിച്ചിട്ട് ഇതാക്കിയിട്ടൊക്കെ ആകെ ഇതാവും ഗെയിമൊക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. നിങ്ങളുടെ ലൈഫിൽ മസ്റ്റ് ട്രൈ ചെയ്യാം. ആണ് നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും വരുന്നത് ചെറുകര റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും വരുന്നത്. എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ആലുംകൂട്ടം. ആൻഡ് ഇവിടെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരാൾക്ക് ഒരു മണിക്കൂറിന് 80 റുപ്പീസാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. 80 റുപ്പീസ് 80. ആൻഡ് ഹാഫ് അവറാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ 60 റുപ്പീസാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ഇവിടെ മാക്സിമം 4 ആൾക്കായിട്ട് വരെ മൾട്ടിപ്ലെയർ കാര്യങ്ങൾ കളിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ നേരത്തെ ആ ചാർട്ടിൽ കാണിച്ചിരുന്നു 4 ആൾക്ക് വരെ പോകുന്നുണ്ട്. 4 ആൾക്ക് എത്ര ഒരു മണിക്കൂറിന് 200 ഹാഫ് ആൻ അവറിന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ 4 ആൾക്കാർ അവിടെ മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒറ്റക്കാണെങ്കിൽ ഒറ്റ കളിക്കാം, രണ്ടാളായിട്ടാണ് 2 ആൾ, 3 ആളായിട്ടാണ് 3 ആൾ, 4 ആളായിട്ടാണ് 4 ആൾ, അങ്ങനെ നമുക്ക് കളിക്കാം. ഞാനും റിസൂപ്പെന്ന് 2 സ്ക്രീൻ എടുത്ത് ഞങ്ങൾ ഓരോരുത്തരും 2 ആൾ 2 ആളായിട്ടാണ് കളിച്ചത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.